ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തഃശൗര്യജ്ഞത്തിന്റെ 366 ഭാഗത്തേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് വേണ്ടി ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീ സതീഷ് MV തൃക്കരിപ്പൂരാണ്. നമുക്ക് വേണ്ടി അനൗൺസ് ചെയ്യുന്നത് ശ്രീ ഡോക്ടർ സതീഷ് കുമാർ DP. നമുക്ക് വേണ്ടി വായിക്കുന്നത് ശ്രീമതി ഗീതാ കൃഷ്ണാലയം, ആലപ്പുഴ. മാഷെ, ഗീതയോട് പറഞ്ഞോളൂ. ആയിരം ഗീത മാം 3 പ്രാവശ്യം ഓങ്കാരം, 3 സായി ഗായത്രി. അതിനുശേഷം ക്യാമറ ഓൺ ആക്കിയിട്ട് സായി വാണി വായിക്കാം ഒരു 10 മിനിറ്റിന് താഴെ. അതിനുശേഷം ഒരു 15 മിനിറ്റോളം അനുഭവങ്ങളും പറയാം. അപ്പോൾ ഒന്ന് സ്വയം പരിചയപ്പെടുത്തിയിട്ട് തുടങ്ങിക്കോളൂ. സായിരം. സായിരാം. ഞാൻ ആലപ്പുഴ സമിതിയിലാണ്. പിന്നെ എൻ്റെ പേര് ഗീത, ഹൗസ് വൈഫാണ്. ബാലവികാസ് പണ്ട് എടുത്തിരുന്നു, ഇപ്പോൾ എടുക്കുന്നില്ല. പല അസൗകര്യങ്ങൾ കാരണം ക്ലാസ് എടുക്കുന്നില്ല. പിന്നെ വളരെ വർഷങ്ങളായിട്ട് ഞാൻ സമിതിയിൽ പോകുന്നതാണ്. വളരെ ചെറുപ്പ പ്രായത്തിൽ തന്നെ സമിതിയിൽ പോകാൻ തുടങ്ങിയതാണ്. ഇതിൽ കൂടുതൽ ഞാൻ എന്നെക്കുറിച്ച് എന്ത് പറയണമെന്ന് എനിക്കറിയില്ല. എൻ്റെ ഹൃദയനിവാസിയായ സ്വാമിയുടെ പാദങ്ങളിൽ അനന്തകോടി പ്രണാമം അർപ്പിച്ചുകൊള്ളുന്നു. സായിരാം. 3 ഓങ്കാരം, 3 സായി ഗായത്രി. അതിനുശേഷം വായിച്ചു തുടങ്ങിക്കോളൂ. സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം സായീശ്വരായ വിദ്മഹേ സത്യദേവായ ധീമഹി തന്നഃ സർവഃ പ്രചോദയാത്. ഓം ശാന്തി ശാന്തി ശാന്തി. സായിരാം. ഞാൻ സത്യസായി വാണി 9-ാം ഭാഗത്തിലെ ഒരു അധ്യായത്തിലെ കുറച്ച് ഭാഗമാണ് വായിക്കുന്നത്. ഈശ്വരൻ പ്രാർത്ഥനയ്ക്ക് വഴങ്ങും, കടപ്പെടും. നിങ്ങളിൽ ചിലർക്കെങ്കിലും അറിയാം ആനയെ എങ്ങനെ പിടിക്കുന്നെന്നും പരിശീലിപ്പിച്ചെടുക്കുന്നെന്നും. വനങ്ങളിൽ ആന കാട്ടുമൃഗമാണ്. അവ കൂട്ടത്തോടെ നടക്കുന്നു. അവയുടെ അടുത്തടുക്കുന്നവരെ ആക്രമിക്കുന്നു. അവയെ കെണിയിൽ പിടിച്ച് വടം കൊണ്ട് കെട്ടി ബലമുള്ള തൂണിൽ ഓടിപ്പോകാതെ തളയ്ക്കുന്നു. പരിശീലിപ്പിച്ചെടുത്താൽ സർക്കസ് കൂടാരത്തിലെ വൃത്താകൃതിയിലുള്ള 3/4 സ്റ്റൂളിൽ കയറി നിൽക്കുന്നു. ആനക്കാരന്റെ ആജ്ഞ അനുസരിച്ച് വലിയ മരക്കൂട്ടങ്ങൾ വലിച്ചു കൊണ്ടുപോകുന്നു. തൂണിൽ ആനയെ തളച്ചാൽ അതിന്റെ ശക്തിയും സാമർഥ്യവും നിങ്ങളുടേതായി മാറുന്നു. അവയെ നിങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം. നാവ് ഒരു തൂണാണ്. ഈശ്വരനാമ ഭജനം വടമാകുന്നു. അതേ വടം കൊണ്ട് സർവശക്തനായ ഈശ്വരനെ നിങ്ങളുടെ അടുത്തേക്ക് കൊണ്ടുവരാം, ബന്ധിതനാക്കാം. ഭഗവാന്റെ കാരുണ്യം നിങ്ങൾക്കുള്ളതാക്കാം. ഈശ്വരൻ കരുണാനിധിയാണ്. അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് വഴങ്ങും, ബന്ധിതനാകും. നിങ്ങളുടെ ചാരത്ത് ഉണ്ടാകുവാനും കൂടെ ഉണ്ടാകാനും നിങ്ങളെ നയിക്കാനും നിങ്ങൾ ഈശ്വരനെ ഒന്ന് വിളിക്കേണ്ടതേ ഉള്ളൂ.
ഉള്ളത് സ്വന്തമായി വയ്ക്കാൻ എല്ലാ പേരും ഇഷ്ടപ്പെടുന്നു. ആരെങ്കിലും പ്രയോഗത്താലോ കബളിപ്പിച്ചോ അത് കൊണ്ടുപോവുകയാണെങ്കിൽ അത് അയാളെ വേദനിപ്പിക്കും. ഇതാണ് മോഷണം. നിങ്ങളുടെ ബുക്കോ പേനയോ മറ്റൊരു ആൺകുട്ടിയോ പെൺകുട്ടിയോ മോഷ്ടിച്ചാൽ നിങ്ങൾക്ക് ദുഃഖമായിരിക്കില്ലേ? അതുകൊണ്ട് മറ്റൊരു കുട്ടിയുടെ ബുക്കോ പേനയോ മോഷ്ടിച്ചെടുത്ത് അവനെയോ അവളെയോ വേദനിപ്പിക്കരുത്. നിങ്ങളോട് അന്യർ എങ്ങനെ പെരുമാറണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവോ അതുപോലെ തന്നെ നിങ്ങളും പെരുമാറണം. ഭജനയ്ക്ക് പാടുന്ന കീർത്തനമില്ലേ, ബെഡാ ചിത്തച്ചോർ? ഇതിൽ മനുഷ്യ മനസ്സ് മോഷ്ടിക്കുന്ന ഒരു ഭയങ്കര മോഷ്ടാവായി ദൈവത്തെ പറയുന്നു. ഈ ലോകം മുഴുവൻ വിഭുവിൻ്റെതാണ്. നിങ്ങൾ അറിയുന്നില്ലെങ്കിലും നിങ്ങളെല്ലാം അദ്ദേഹത്തിന് സ്വന്തമാണ്. അതുകൊണ്ട് തന്നെ ആരിൽ നിന്നും എന്തും അദ്ദേഹത്തിന് എടുക്കാം. സൂക്ഷ്മാകാശവും കാറ്റും അഗ്നിയും ജലവും ഭൂതലവും എല്ലാത്തിനും അധീശനാണ് ദൈവം. ആകാശത്തെ ഭൂമിയാക്കുവാനും ഭൂമിയെ ആകാശമാക്കുവാനും അദ്ദേഹത്തിന് കഴിയും. അതുകൊണ്ട് തന്നെ ആളുകളുടെ മനസ്സിനെ പിടിച്ചെടുത്ത് പ്രേമം കൊണ്ട് നിറയ്ക്കാം. ഈശ്വരപ്രേമം എത്ര മഹത്തരമാണെന്ന് ഒരിക്കൽ മനുഷ്യർ മനസ്സിലാക്കിയാൽ അവർ മറ്റൊന്നും ആഗ്രഹിക്കില്ല. അതുകൊണ്ടാണ് ഈശ്വരനെ ചിത്തച്ചോരൻ എന്ന് വിളിക്കുന്നതും. നിങ്ങൾ ആ കീർത്തനം ആലപിക്കുമ്പോൾ ഈശ്വര, എന്റെ ഹൃദയത്തിലും കടന്നു വരേണമേ, അത് പ്രേമം കൊണ്ട് നിറയ്ക്കണമേ. തന്മൂലം എനിക്ക് എല്ലാ ദേശങ്ങളിലുമുള്ള അവിടുത്തെ മക്കളെ പ്രേമിക്കാൻ കഴിയുമാറാകണമേ. മറ്റുള്ളവർക്ക് സ്വന്തമായത് നിങ്ങൾ അപഹരിക്കരുത്. മറ്റുള്ളവരെ കുറ്റം പറയരുത്. മറ്റുള്ളവരെ പറ്റി നിങ്ങൾ സംസാരിക്കരുത്. അഥവാ പറയുകയാണെങ്കിൽ അത് അവരിലുള്ള നന്മയെപ്പറ്റി മാത്രമാകണം. എല്ലാവരും നല്ലവരാണ്. നിങ്ങൾ അവരിൽ തിന്മ കാണുന്നെങ്കിൽ അതിന് കാരണം നിങ്ങളിലുള്ള തിന്മ തന്നെ. നിങ്ങൾ ഒരാളെ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ അയാളുമായി ഇടപഴകാൻ പോകണ്ട, അകന്നു നിൽക്കൂ. അയാളുടെ കീർത്തിക്ക് കരിപുരട്ടാതിരിക്കുക. അയാളെ പറ്റി മറ്റുള്ളവരോട് കഥകൾ നിരത്താതിരിക്കുക. കോപം ഉപദ്രവകാരിയാണ്. അന്ധമായി നിങ്ങളെ കൊണ്ട് അത് എന്തും ചെയ്യിക്കും. കോപാവേശത്താൽ ചെയ്യുന്നതിനൊക്കെ പശ്ചാത്തപിക്കേണ്ടി വരും. കോപം തണുക്കുമ്പോൾ കാര്യങ്ങൾ കൂടുതൽ വ്യക്തമായി കാണും. അപ്പോഴേക്കും ചെയ്ത തെറ്റുതിരുത്തുവാൻ സമയം വൈകിയിരിക്കും. വീട്ടിൽ നിങ്ങൾ ദൈവത്തിന്റെ പല പടങ്ങൾ പൂജാമുറിയിൽ വച്ചിരിക്കുന്നത് കണ്ടിട്ടുണ്ടാകും. ഏതായാലും ഓരോ വീട്ടിലും സേവിക്കുന്നതിനും ആരാധിക്കുന്നതിനും ഋഷിമാർ ആവശ്യപ്പെടുന്ന ജീവനുള്ള ഈശ്വരന്മാരുണ്ട്. അവർ നിങ്ങളുടെ അച്ഛനമ്മമാരാണ്. അവരാണ് നിങ്ങൾക്ക് ജീവൻ നൽകിയത്. നിങ്ങളുടെ ആരോഗ്യത്തിനും സന്തുഷ്ടിക്കും നിങ്ങൾ അവരോട് കടപ്പെട്ടിരിക്കുന്നു. അവർ നിങ്ങളെ സ്നേഹിക്കുന്നു, സേവിക്കുന്നു. അവർക്ക് ആവുന്നിടത്തോളവും ഒരു പക്ഷേ അതിലുപരിയും നിങ്ങൾക്ക് തരുന്നു. അവർ ആഹാരം ചുരുക്കിയും നിങ്ങൾക്ക് നിറയെ തരുന്നു. പല വഴിയും പണം മിച്ചം വെച്ച് നിങ്ങളെ വിദ്യാലയത്തിലും ഹോസ്റ്റലിൽ ജീവിക്കുന്നതിനും ഉത്സവങ്ങളിൽ പങ്കെടുക്കുന്നതിനും വിദ്യാലയത്തിൽ നിന്നുള്ള യാത്രാ പരിപാടികൾക്കും സഹായിക്കുന്നു. വിശുദ്ധ ഗ്രന്ഥങ്ങൾ അവരെ ആദരിക്കുന്നതിനും ആരാധിക്കുന്നതിനും ആവശ്യപ്പെടുന്നു. മാതൃദേവോ ഭവ, പിതൃദേവോ ഭവ എന്ന് പഠിപ്പിക്കുന്നു. മറ്റെങ്ങനെയാണ് അവരോട് നിങ്ങൾ കൃതജ്ഞത പ്രകാശിപ്പിക്കുന്നത്? സ്നേഹവും സേവനവും ഒഴികെ മറ്റെന്തു നിങ്ങൾക്ക് തിരിച്ചേകുവാൻ കഴിയും? നിങ്ങൾക്ക് വേണ്ടി അവരർപ്പിച്ച ശ്രദ്ധയും സ്നേഹവും സഹിക്കുന്നതുമായ വേദനയും വിശപ്പും ഉറക്കമില്ലായ്മയും ഓർത്തു നോക്കൂ. അവരോട് നിങ്ങൾ കനിവും സൗമ്യതയും മധുരവും കലർന്ന് വർത്തിക്കുക. ഒരിക്കലും പരുഷമായോ മര്യാദയില്ലാതെയോ അവരോട് പെരുമാറരുത്. ആവുന്നത്ര അവരെ സന്തുഷ്ടരാക്കുക, അനുസരിക്കുക. കാരണം നിങ്ങൾക്കറിയാവുന്നതിൽ എത്ര ഉപരി ഈ ലോകത്തെപ്പറ്റിയും അതിലെ അപകടങ്ങളെപ്പറ്റിയും അവർക്കറിയാം. അവരെ ആരാധിക്കുന്നതിനുള്ള വഴി ഇതാണ്. ഋഷിമാർ പറയുന്ന ആചാര്യ ദേവോ ഭവ. കാരണം ഗുരുവാണ് നിങ്ങളുടെ ആന്തരിക ദൃഷ്ടി തുറക്കുന്നതും നിങ്ങൾക്ക് ചുറ്റുമുള്ള ലോകത്തിന്റെ വിസ്മയങ്ങളും സൗന്ദര്യവും ഉണർത്തുന്നതും. നക്ഷത്രങ്ങളുടെയും ആകാശത്തിന്റെയും സത്യത്തെപ്പറ്റി അദ്ദേഹം പഠിപ്പിക്കുന്നു. എങ്ങനെ സായിറാം, 10 മിനിറ്റായി, ഞാൻ നിർത്തട്ടെ. ഇത് ജസ്റ്റ് കംപ്ലീറ്റ് ചെയ്തിട്ട്. ശരി സായിറാം. എങ്ങനെ ആരോഗ്യത്തോടെയും സന്തുഷ്ടിയോടെയും ഗുണപ്രദമായും സമാധാനപരമായും ജീവിക്കാമെന്ന് ആചാര്യൻ പഠിപ്പിക്കുന്നു. അച്ഛനും അമ്മയും നിങ്ങളെ ഈ ലോകത്തിലെത്തിച്ച് വളർച്ചയ്ക്ക് സഹായിച്ച് ഗുരുഹസ്തങ്ങളിൽ ഏൽപ്പിച്ചു. ഗുരു നിങ്ങൾക്ക് ശോഭ പകർന്ന് ഉത്സാഹഭരിതനാക്കി.
നൈപുണ്യം നൽകി എല്ലാവർക്കും ഉപകാരിയാക്കി. അതിനാൽ അദ്ദേഹത്തെ ആദരിക്കുക, അനുസരിക്കുക, മാതാപിതാക്കന്മാർക്ക് നൽകുന്ന അതേ ബഹുമാനത്തോടെ ഗുരുവിനോടും പെരുമാറുക. സായിരാം. മാം വളരെ വ്യക്തമായിട്ട് വായിച്ചു. വെരി ഗുഡ്. ഇനി അനുഭവം പറയാം. അത് മാം ഒന്ന് ക്യാമറ ഒരു കുറച്ചേരത്തേക്ക് ഒന്ന് ഓണാക്കണേ, ആൾക്കെല്ലാവർക്കും ഒന്ന് പരിചയപ്പെടാൻ പറ്റും. അതിനുശേഷം ഓഫ് ആക്കിക്കോളൂ. അപ്പൊ വായിച്ചോളൂ, എന്റെ അനുഭവം പറഞ്ഞോളൂ. സായിരാം. ഞാന് പറയാൻ പോകുന്ന എൻ്റെ അനുഭവം ഒരു ഏകദേശം 48 വർഷങ്ങൾക്ക് മുമ്പ് നടന്നതാണ്. ആ കാലത്തിൽ സമിതിയിലുണ്ടായിരുന്നവർക്ക് അറിയാം ഈ കഥകളൊക്കെ. പക്ഷെ ഇന്നിപ്പോ അന്ന് സമിതിയിലുണ്ടായിരുന്നവരാരും ഇന്ന് സമിതിയിലില്ല. അന്ന് പ്രായമായവരൊക്കെ പോയി. അപ്പോൾ ഞാൻ ഇന്ന് സമിതിയിലുള്ളവർക്ക് അത് അറിയുമെന്ന് എനിക്കറിയില്ല. എന്തായാലും ഞാൻ തുടങ്ങാം. സായിരാം. ഇപ്പോൾ ഞാൻ എനിക്കൊരു 10-20 വയസ്സുള്ള കാലത്താണ് ഈ സംഭവം നടക്കുന്നത്. അന്ന് എൻ്റെ ഡിഗ്രി പഠിത്തം കഴിഞ്ഞു. ഞാൻ വെറുതെ വീട്ടിൽ നിൽക്കുന്ന കാലം. എൻ്റെ അമ്മയുടെ ചേച്ചിയും ഹസ്ബൻഡും കൂടെ ഒരിക്കലും വീട്ടിൽ വന്നു. അപ്പോൾ അവര് വീട്ടിൽ വന്ന് ഒരു ദിവസം നിന്നിട്ട് പറഞ്ഞു, എൻ്റെ ഒരു കുഞ്ഞമ്മയുടെ വീട്ടിലേക്ക് പോകാനായിട്ട് തയ്യാറായി. അപ്പം ഞാൻ പറഞ്ഞു, പേരപ്പ ഞാനിവിടെ വരുന്നുണ്ട്, എനിക്ക് ഒത്തിരി നാളായി ഞാൻ കൊച്ചമ്മയെ കണ്ടിട്ട്, എനിക്ക് ഒന്ന് കാണണം, അതുകൊണ്ട് കൊച്ചമ്മയ്ക്ക് സുഖമില്ലാതിരിക്കുകയല്ലേ, ഞാനിവിടെ വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ശരിയെന്ന് പറഞ്ഞു. അപ്പോൾ അവിടേക്കുള്ള ബോട്ട് മാത്രമേ ഉള്ളൂ അന്ന്. ആ കാലത്ത് ബോട്ട് വഴി പോകാനൊക്കെ ഉള്ളൂ. അത് വൈകുന്നേരം 5:30 ഉള്ളൂ അവിടത്തേക്ക് ആ ബോട്ട്. അപ്പൊ അവരുടെ കൂടെ പോകാൻ ഞാൻ തയ്യാറായി. വൈകുന്നേരം 5 മണിയായപ്പോൾ ഞങ്ങൾ ബോട്ട് ജെട്ടിയിലെത്തി. ആ ബോട്ടിൽ കയറി. പക്ഷേ അന്ന് ഞങ്ങൾ പോകേണ്ട ബോട്ടില്ല, അതിനടുത്ത് വരെ പോകുന്ന ഒരു ബോട്ടേ ഉള്ളൂ. അതിൽ കയറി ഞങ്ങൾ. അപ്പൊ ആ കണ്ടക്ടർ പറഞ്ഞു, അവിടുന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ, നിങ്ങൾക്ക് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ എന്ന് പറഞ്ഞു. അച്ഛൻ അങ്ങനെ പറഞ്ഞു. അച്ഛൻ അങ്ങനെ പേരപ്പൻ എന്നെയും കൂട്ടി, പേരപ്പനും ഉണ്ട് പേരമ്മയുണ്ട്, ഞങ്ങൾ 3 പേരും കൂടി പോയി. ഏകദേശം ഒരു 6:45 കാണും കണ്ടക്ടർ പറഞ്ഞ സ്ഥലത്ത് ബോട്ട് ജെട്ടിയിൽ ഞങ്ങൾ ഇറങ്ങി. അപ്പൊ അവിടുന്ന് വഴി ഞങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി നടന്നു. എന്താ പറയണ്ടേ, ഞങ്ങൾക്ക് വഴി തെറ്റി എന്ന് പറയാൻ ഞങ്ങൾ എതിർദിശയ്ക്ക് പോയോ എവിടെ പോയി എന്നൊരു പിടിയില്ല. ഞങ്ങളിങ്ങനെ ഒരു വശത്ത് 6 നദിയാണ്, ഒരു വശത്ത് പാടങ്ങളും. നടപ്പ് തുടങ്ങി. ഒരു ഏകദേശം 1 മണിക്കൂറോളം നടന്നു. ഒരു അന്തവും കാണുന്നില്ല, ഒരറ്റം കാണുന്നില്ല. 2 വശവും ആകാശത്ത് നക്ഷത്രങ്ങളുണ്ട്, ദൂരെ മിന്നാമിനുങ്ങ് പോലെ. അന്ന് അക്കാലത്ത് നമ്മുടെ ഗ്രാമങ്ങളിൽ വൈദ്യുതി ഇത്രയും വന്നിട്ടില്ല. മിന്നാമിനുങ്ങ് പോലെ ചില വീടുകളിൽ വെട്ടം കാണാം, വിളക്ക് കൊളുത്തി വെച്ചിരിക്കുന്നത് മാത്രം കാണാം. ഈ ദൂരം അത്ര ഇങ്ങനെ കുറേ പോയി. പതുക്കെ എനിക്ക് ഭയമായി. അച്ഛൻ അതിലും ഭയമായി. ഒരു പെങ്കൊച്ചുണ്ടല്ലോ എൻ്റെ കൂടെ. അമ്മ 2 പേരുടെയും പേരപ്പനും പേരമ്മയ്ക്കും ഭയങ്കര പേടിയായി. ഒരു പെങ്കൊച്ചുണ്ട്. അപ്പൊ ആ ഇടയ്ക്ക് അതിനൊരു ഏകദേശം ഒരാഴ്ചക്ക് മുമ്പ് ചങ്ങനാശ്ശേരിയിൽ ഒരു സ്ത്രീയെ പാടത്ത് ചവിട്ടി കൊന്നൊരു ന്യൂസും വന്നിരുന്നു. അച്ഛനാകെ വലിയച്ഛന് പേരപ്പന് വലിയ വെപ്രാളമായി. പക്ഷെ ഒന്നും പറഞ്ഞില്ല, എന്നോട് പറഞ്ഞില്ല. ഇവരെന്റെ കൂടെ ഉണ്ടെങ്കിലും എനിക്ക് വലിയ പേടിയില്ല. പക്ഷെ എന്നാലും പതുക്കെ പേടി എന്നെയും ഗ്രസിച്ചു തുടങ്ങി. കുറച്ച് പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ഇരുട്ടായി. വഴി ഇങ്ങനെ പോകുന്നതേ ഉള്ളൂ. ഒരു വശത്ത് പാടം, ഒരു വശത്ത് കുറേ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല ഇരുട്ടാ. കുറച്ച് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു ശബ്ദം. അത് ആരാത് എന്ന് ചോദിച്ചു. അപ്പം പെരപ്പൻ പറഞ്ഞു, ഞങ്ങൾ വഴിപോക്കരാ, അവിടെ പോവരുത്, നിങ്ങൾ മുമ്പോട്ട് നടക്കരുത്, അവിടെ അത് മീൻകുഴിയാ. ഈ മീൻകുഴി, അതിനെന്തോ ഒരു പേര് അദ്ദേഹം പറഞ്ഞു, എനിക്ക് മനസ്സിലായില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തോ പെരപ്പ പറഞ്ഞെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, അത് മോളെ, അത് മീനെ പിടിക്കാനായിട്ട് ഇങ്ങനെ വലിയ കുഴി ഇങ്ങനെ ബണ്ടിനിടയ്ക്ക് ഉണ്ടാകും, അതാണ്, അതിലെ കൂടെ പോവരുതെന്നാ പറഞ്ഞ്. അപ്പൊ ഞാൻ പറഞ്ഞു, എങ്ങനെ പോവും? അപ്പൊ പറഞ്ഞു, അതിന് മോളെ പാലമുണ്ട്, പക്ഷെ അതിലൂടെ പോവാന്ന് പറഞ്ഞു. അപ്പൊ ഈ ശബ്ദം മാത്രം കേട്ടിട്ടുള്ളൂ. ഈ ആള് പറഞ്ഞു, നിങ്ങൾ അവിടെ നിൽക്കുക, ഞാൻ ഇപ്പൊ വരാം എന്ന് പറഞ്ഞിട്ട്
പെട്ടെന്ന് ഒരു 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 വലിയ ഒരു മുളയാണ് ഞങ്ങളെ നീട്ടി തന്നത്. ഇതിൽ പിടിച്ചിട്ട് നിങ്ങൾ ഈ പാലത്തിൽ വരൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ കൈ പിടിച്ച് ചെറിയ പാലമാ, അതിലൂടെ അപ്പുറത്തെത്തി അങ്ങനെ ആ മനുഷ്യൻ പറഞ്ഞു എന്റെ കൂടെ വരൂ എന്ന് പറഞ്ഞു. അപ്പൊ നിങ്ങൾക്ക് എവിടെയാ പോകണ്ടേ? അപ്പം ഞങ്ങൾ അഡ്രസ്സ് പറഞ്ഞു. അയ്യോ, അത് ഒത്തിരി ദൂരെയാണല്ലോ ഇവിടെ നിന്ന്, നിങ്ങൾ എവിടുന്നാ വരുന്നത്? ഞങ്ങൾ വിവരം എല്ലാം പറഞ്ഞു. കുറച്ച് ദൂരം പറഞ്ഞു. അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം, ഒരു വള്ളം കിട്ടുമോ എന്ന് നോക്കട്ടെ. അപ്പൊ ഞങ്ങൾ ഈ മനുഷ്യന്റെ മുഖമൊന്നും ഞങ്ങൾ കാണുന്നില്ല, നല്ല ഇരുട്ടാ. അപ്പൊ കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോ ഒരു ചെറിയൊരു പീടികയുണ്ട്, ഗ്രാമമല്ലേ. അപ്പൊ അവിടെ അച്ഛൻ പറഞ്ഞു, മോളെ നിങ്ങളും കൂടി നമുക്ക് ഒരുമിച്ച് പോകാം. അച്ഛൻ നമുക്ക് വല്ല അപകടത്തിലും പെടുവാണെങ്കിൽ ഇവർക്ക് നമ്മളെ ഇന്നലെ കണ്ടെന്നൊരു പിന്നെ അടയാളം വേണമല്ലോ, അതുകൊണ്ട് നമുക്കും കൂടി പോയേക്കാം എന്ന് പതുക്കെ ഞങ്ങളോട് പറഞ്ഞു. ഞങ്ങളും 3 പേരും കൂടെ ഇദ്ദേഹത്തിന്റെ കൂട്ടത്തിൽ ഞങ്ങളും പോയി. അവിടെ ചെന്ന് അങ്ങേരെ ഒരു വള്ളം ചോദിച്ച് ആ കടക്കാരനോട് ഇടപാട് ചെയ്ത് ഒരു വള്ളവുമായിട്ട് വന്നു. ഞങ്ങളെ ഈ വള്ളത്തിൽ കയറ്റി. അപ്പം ഈ മനുഷ്യനോട് ഞങ്ങളത് ഞങ്ങൾ വീട് അഡ്രസ്സ് പറഞ്ഞപ്പോഴത്തേക്ക് അവർക്ക് കൃഷിയല്ലേ, എനിക്കറിയാം അവരെ, ഞാൻ അവരുടെ വീട്ടിൽ പണിക്കൊക്കെ പോയിട്ടുണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഞങ്ങൾക്ക് ധൈര്യമായി, വഴി അറിയാവുന്ന ആളാണല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ കുറേ പോയി. ചുരുക്കം ഞങ്ങൾ വഴിതെറ്റി എന്ന് പറഞ്ഞാൽ ഒരു 3/4 മണിക്കൂറല്ല, 1 മണിക്കൂറോളം തുഴഞ്ഞ് ആ മനുഷ്യൻ ഞങ്ങളെയും കൊണ്ടുപോയി. ഏകദേശം 9 മണിയായി ഞങ്ങൾ വീട്ടിലെത്തി അകത്തേക്ക് കയറി. അപ്പൊ അകത്തേക്ക് ഞങ്ങൾ ഇറങ്ങി. കൊച്ചച്ഛനെ വിളിച്ചു. ഈ കൊച്ചച്ഛനെ അറിയുന്ന ആളാ, പിന്നെ കൊച്ചച്ഛനെ അറിയാവോ നോക്ക ഈ ആളിനെ എന്ന് പറഞ്ഞ് നോക്കാനായിട്ട് കൊച്ചച്ഛൻ വെളി വന്നപ്പോഴത്തെ ഈ ആള് വള്ളം തുഴഞ്ഞു പോയി കഴിഞ്ഞു. ഞാൻ നിന്നത് പോലും ഇല്ല, പൈസയും കൊടുത്തില്ല, ഞങ്ങൾ ഒന്നും ചെയ്തില്ല, ഒന്നും പറയാൻ ഞങ്ങൾക്ക് പറ്റിയില്ല. പക്ഷെ അന്ന് അത് കഴിഞ്ഞിട്ട് ഈ സംഭവം കഴിഞ്ഞപ്പോൾ അന്ന് എനിക്ക് എൻ്റെ ബുദ്ധിയിൽ എനിക്കൊന്നും തോന്നിയില്ല ഇത് സ്വാമിയാണ് വന്നെന്നുള്ള, എനിക്കത് റെക്കഗ്നൈസ് ചെയ്യാൻ അന്ന് എനിക്ക് സാധിച്ചില്ല. അല്ലെങ്കിൽ ഇരുട്ടത്ത് വെറുതെ വഴിപോക്കനായിട്ടിരിക്കുന്ന ഞങ്ങളെ എങ്ങനെ ഒരു മീൻകുഴിയുടെ അവിടെ വരുമ്പോഴത്തേക്ക് ആരാന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ. എന്ത് പരിചയത്തിലാണ് എന്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് എനിക്ക് അറിയത്തില്ല. അവിടെ ഞങ്ങളെ വന്ന് രക്ഷിച്ചു, അല്ലെങ്കിൽ ആ കുഴി വീണന്ന് തീർന്നേനെ. അങ്ങനെയായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അന്ന് എനിക്ക് പേടി കൂടിയതിന്റെ ഫലമായിട്ട് അന്ന് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്ക് ഉടനെ വയറ്റിളക്കവും ഛർദിലും കൂടി തുടങ്ങി. വെപ്രാളം ടെൻഷൻ കയറിയതാ. അത് കഴിഞ്ഞ് അപ്പൊ അടുത്തൊരു വൈദ്യന്റെ അടുക്ക പോയി കൊച്ചച്ഛൻ പോയി മരുന്നൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. അടുത്ത ദിവസം രാവിലെ ഉണർന്നപ്പോഴത്തേക്കും എൻ്റെ പേരപ്പൻ പറയാ, അപ്പൊ എൻ്റെ അച്ഛൻ മരിച്ചിട്ട് അപ്പോഴത്തേക്ക് 5 വർഷമായിട്ടുണ്ടായിരുന്നു. അപ്പോ എൻ്റെ പേരപ്പൻ പറഞ്ഞു, മോളെ ഞാൻ 5 വർഷം കൂടി എൻ്റെ അനിയന്റെ ശബ്ദം കേട്ടു ഞാൻ. അതെന്താ കൊച്ചച്ഛ പേരപ്പൻ അങ്ങനെ പറഞ്ഞപ്പോ അപ്പൊ പറഞ്ഞു, അതെ മോക്ക് സുഖമില്ലാത്തപ്പോ തിരക്കി വന്ന അച്ഛൻ എന്ത് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, ഞാൻ പിന്നെ ചേട്ടാന്ന് എന്നെ വിളിച്ചു. എന്താന്ന് ചോദിച്ചു. പറഞ്ഞ ആരാന്ന് ചോദിച്ചു. പറഞ്ഞു, ഞാനാ രാഘവപ്പണിക്കരാ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ എന്തിനാന്ന് ചോദിച്ചു. പിന്നെ മിണ്ടിയില്ല. അത് കഴിഞ്ഞാണ് അച്ഛന് രാവിലെ ഇത് സംഭവം പറയുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായി ഇപ്പൊ ഞാൻ അപകടത്തിൽപ്പെട്ടപ്പോ എൻ്റെ അച്ഛന് ടെൻഷൻ, അച്ഛൻ്റെ ആത്മാവിന്റെ ഒരു ഉൾവിളിയുണ്ട്. അച്ഛൻ ആ കാവല് വന്ന അതാണോ എനിക്കറിയില്ല. അത് കഴിഞ്ഞിട്ട് പിന്നീടാണ് എനിക്ക് കുറച്ച് നാള് കഴിഞ്ഞ്, കുറച്ച് വർഷം കഴിഞ്ഞപ്പോഴാണ് ശരിക്കും എനിക്ക് അതിൻ്റെ ഇത് മനസ്സിലായത്. അതായത് സ്വാമി സ്വാമി എവിടെ ഇരുന്നാലും സ്വാമി തൻ്റെ വിളിപ്പുറത്ത് എത്തും എന്നുള്ളത് എനിക്ക് പിന്നീടാണത് സ്വാമിയാണ് വന്ന് വടി തന്നിട്ട് ഇരുട്ടത്ത് എന്നെ ഒരിക്കലും എൻ്റെ അച്ഛനല്ല ആ സമയത്ത് വന്നത്, സ്വാമി തന്നെയാണ് അത് വന്നതെന്ന് എനിക്ക് വളരെ നന്നായിട്ട് എനിക്ക് മനസ്സിലായി. അതിന്നും എനിക്കതൊക്കെ ഓർക്കുമ്പോൾ എൻ്റെ മേല് ധരിക്കും, എനിക്ക് എൻ്റെ കണ്ണ് നിറയാറുണ്ട്. സ്വാമി ചൊരിഞ്ഞ ഈ
കൃപയ്ക്ക് എന്താ ചെയ്യേണ്ടത് എനിക്കറിയത്തില്ല. അത്രമാത്രം എനിക്ക് കടപ്പാടുണ്ട്. ഇതേപോലെ സ്വാമി ഒത്തിരി സന്ദർഭങ്ങളിൽ എനിക്ക് തുണയായിട്ടുണ്ട്. ഇതുപോലെ തന്നെയാണ് പിന്നീട് ഒരിക്കൽ അന്ന് എനിക്കൊരു 10-26 വയസ്സുള്ള കാലമാണ്. വന്ന് എനിക്ക് പെരിങ്ങരയിൽ ഞാൻ സെൻസസിന്റെ ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വർഷം ഭയങ്കര വെള്ളപ്പൊക്കമായിരുന്നു. എൻ്റെ അമ്മയുടെ വീട് തലവടിയില. അപ്പൊ അവിടെ ഭയങ്കര വെള്ളപ്പൊക്കമായിട്ട് പെരിങ്ങരയിലേക്ക് പോകണമെങ്കിൽ ബസ്സിൽ പോകണം. ബസ്സിലേക്ക് പോകണമെങ്കിൽ അന്നത്തെ മിനിമം ചാർജേ ഉള്ളൂ. പക്ഷെ ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറേ ദൂരം നടക്കുകയും വേണം. പക്ഷെ ആ വെള്ളപ്പൊക്കമായ സമയത്ത് പിന്നെ ബസ്സില്ല. അത്രയും ദൂരം എനിക്ക് ദിവസവും നടക്കണം. ഇത് ബുദ്ധിമുട്ടായി കഴിഞ്ഞപ്പോൾ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ കുഞ്ഞമ്മയുടെ വീട് പെണ്ണുക്കരയുണ്ട്. അപ്പൊ ബസ്സിൽ പോയാൽ മതിയല്ലോ എന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് നേരെ ജോലി കഴിഞ്ഞ് പെണ്ണുക്കരയ്ക്ക് പോകും. ഒരാഴ്ചയോളം അങ്ങനെ പോയി. അങ്ങനെ പോകുമ്പോൾ ഒരു ദിവസം ഞാൻ ചെങ്ങന്നൂർ നിൽക്കുമ്പോൾ പെട്ടെന്ന് പന്തളം ബസ് വന്നു. പന്തളത്തേക്ക് പോകാൻ കോടുവളഞ്ഞ് വഴി ബസ് ഉണ്ട്, വെൺമണി വഴി ബസ് ഉണ്ട്, നേരിട്ട് പന്തളമുണ്ട്. ഇതൊന്നും എനിക്കറിയത്തില്ല. എനിക്ക് ആകെ പന്തളം ബസ്സിൽ കയറാം, പെണ്ണുക്കര ഇറങ്ങാമെന്ന് മാത്രമേ എനിക്കറിയൂ. ഞാൻ അപ്പൊ കോരിച്ചെരിയുന്ന മഴയുണ്ട്. ബസ് വന്ന് കയറി ഞാൻ നേരെ ഈ പന്തളം ബസ്സിൽ കയറി. അപ്പൊ മിനിമം ചാർജേ ഉള്ളൂ. അപ്പൊ ഈ തറപ്പാള ഇങ്ങനെ ഇട്ടിട്ടുണ്ട് 2 സൈഡിലും. അത് കഴിഞ്ഞ വഴി മനസ്സിലാവുന്നില്ല. സ്വല്പം കഴിഞ്ഞിട്ട് എനിക്ക് ഇറങ്ങാനായാലും സ്ഥലമായി കാണുമല്ലോ എന്ന് പറഞ്ഞ് നോക്കുമ്പോൾ ഒരു വശത്ത് 6. ഭഗവാനെ, ഞാൻ പോകുന്ന വഴിയിൽ 6 കാണാറില്ലല്ലോ, ഇതെന്ത് പറ്റി? അപ്പൊ കണ്ടക്ടർ ഒരു പുതിയ കണ്ടക്ടർ ആയിരുന്നു. അദ്ദേഹത്തിന് സ്ഥലം പറഞ്ഞപ്പം മനസ്സിലായില്ല. അപ്പം പറഞ്ഞ അവിടത്തേക്ക് എത്ര രൂപയായി ടിക്കറ്റ് എന്ന് ചോദിച്ചു. ഞാനത് ടിക്കറ്റ് ചാർജ് കൊടുക്കുകയും ചെയ്തു. അങ്ങനെ ടിക്കറ്റ് എടുത്തു. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞു, ഇത് ഏത് വഴിയാ പോകുന്നത്? അപ്പൊ ഞാനിങ്ങനെ അടുത്ത് നിൽക്കാൻ ചോദിച്ചപ്പോൾ ഇത് നേരിട്ട് പന്തളമാകും, എനിക്ക് കൊച്ചിനെ എവിടാ പോണ്ടേ? ഞാൻ പറഞ്ഞു എനിക്ക് പെണ്ണുക്കരയാ പോണ്ടേ. ഭഗവാനെ, ഇത് വഴിമ തെറ്റി. അപ്പോഴും സന്ധ്യ കഴിഞ്ഞു. മണി 6 മണി കഴിഞ്ഞിട്ട് ദൈവമേ, നേരെ ചെങ്ങന്നൂര് നിന്ന് പെണ്ണുക്കരയ്ക്ക് പോകണ്ട, ഞാൻ നേരെ പിന്നെ പന്തളത്തിന് പോവാ. ഇനി എവിടെ ഇറങ്ങണം എനിക്കൊരു പിടിയില്ല. അപ്പൊ കണ്ടക്ടർ പറഞ്ഞു, ഒരു കാര്യം ചെയ്ത് താൻ ഇറങ്ങണ്ട, പെണ്ണുക്കരയിൽ പിന്നെ പന്തളത്ത് ചെന്ന് കഴിഞ്ഞാൽ അവിടുന്ന് നേരിട്ട് പിന്നെ കൂടുകളഞ്ഞു വഴിയുള്ള ബസ് വരും, അവിടുന്ന് ഇയാൾക്ക് അവിടെ ഇറങ്ങാന്ന് പറഞ്ഞു. ശരിയെന്ന് പറഞ്ഞ് ബസ്സിൽ അങ്ങനെ പന്തളത്തെത്തി കഴിഞ്ഞിട്ട് ഞാൻ അവിടെ നിൽക്കുക. അപ്പൊ ഈ പെണ്ണുങ്ങൾ എന്നെ വിടുന്നില്ല. പെണ്ണുങ്ങൾ എൻ്റെ ചുറ്റും കൂടിയിരിക്കുക. കൊച്ചെ, ഇവിടെ നിൽക്കരുത്, ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇത് നല്ല സ്ഥലമല്ല. അപ്പൊ ഈ കണ്ടക്ടർക്ക് പോകണം തിരിച്ച്. കണ്ടക്ടർ ആ സ്റ്റേഷൻ മാസ്റ്ററോട് എന്ന് പറഞ്ഞു, ഇന്നതുപോലെ ഒരു കൊച്ചിങ്ങനെ ഒരു സ്ത്രീ ഇങ്ങനെ വഴി തെറ്റി വന്നിട്ടുണ്ട്, അതിനെ പെണ്ണുക്കരയ്ക്കാ പോകേണ്ടത്, അതിന് ബസ് വരുമ്പോൾ അതിനെ കയറ്റി വിടണം. ഓ ശരിയെന്ന് കണ്ടക്ടർ. സമയമായില്ലോ സായിരാം, പറഞ്ഞോളൂ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ആ ബസ്സിൽ അപ്പം ആ സമയത്ത് ഒരു കള്ളു കുടിച്ച ഒരു മനുഷ്യൻ എൻ്റെ അടുക്ക വന്നു. എനിക്ക് കള്ളു കുടിച്ചവരെ കാണുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര പേടിയാ. അപ്പൊ അയാൾ പറഞ്ഞു, കൊച്ചിനെ ഞാൻ കൊണ്ടുവിടാന്ന് പറഞ്ഞു. അപ്പൊ എൻ്റെ ഉള്ള ധൈര്യം കൂടി പോയി. അപ്പൊ ഞാൻ ഈ പെണ്ണുങ്ങൾ പറഞ്ഞത് കേട്ട് ഞാൻ ഈ പെണ്ണുങ്ങൾ പോകാൻ നേരത്ത് പെണ്ണുങ്ങൾ പറഞ്ഞപ്പോ ഞങ്ങൾ ഇന്ന് തന്നെ കൊച്ചിനെ നിങ്ങളെ കൊണ്ട് വീട്ടിൽ വിടാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ശരി എന്ന് പറഞ്ഞു. ഇവരുടെ കൂടെ വേറെ ബസ്സിൽ കയറി. സ്റ്റേഷന്റെ മാസ്റ്ററോടും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. ബസ്സിൽ കയറി കഴിഞ്ഞപ്പോ പെണ്ണുങ്ങളുടെ മട്ട് മാറി, നാളെ വിടാന്ന് തന്നെ. ഞാൻ പറഞ്ഞു പറ്റത്തില്ല, എനിക്ക് ഇന്ന് തന്നെ എനിക്ക് എൻ്റെ വീട് പറ്റണം, വീട്ടിലെത്തിയേ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. ഏതായാലും ദൈവാധീനം. ആ സമയത്ത് വേറൊരു ബസ് വന്നു. ആ ഈ ബസ്സിന്റെ അടുക്ക് കൊണ്ട് നിർത്തിയിട്ട് കണ്ടക്ടർ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, ഇതിലൊരു സ്ത്രീ കയറിയിട്ടുണ്ട്, അവരെ ഇറക്കി വിടാൻ പറഞ്ഞു. എന്നെ ഇറക്കി വിട്ടു. അപ്പൊ നോക്കുമ്പോ ദാ ഇരിക്കുന്ന ആ ബസ്സിൽ ആ മദ്യപിച്ച ആൾ അവിടെ ഇരിപ്പുണ്ട്. ആ മനുഷ്യൻ എന്നോട് വന്ന് നിൽക്കുക. ഞാൻ പറഞ്ഞല്ലേ ഞാൻ വീട്ടിൽ കൊണ്ട് വിടാന്ന് എന്ന് പറഞ്ഞു. അന്ന് ഞാൻ ഒന്നും മിണ്ടിയില്ല. എന്നിട്ട് ആ മനുഷ്യൻ ഞാൻ ഇറങ്ങേണ്ട സ്റ്റോപ്പിൽ ഇറങ്ങി. അപ്പൊ ഞാൻ അവിടെ ഒരു കടയുണ്ട്. ആ കടയിൽ എൻ്റെ ചിറ്റപ്പന്റെ കടയത്. അപ്പൊ അവിടെ കൊണ്ടാക്കിയിട്ട് പറഞ്ഞ ഇതിങ്ങനെ വന്നതാന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഭഗവാന്, മദ്യപനായിട്ട് വന്നതും സ്വാമി തന്നെ. ഇതുപോലെ 3 പ്രാവശ്യം ഇതുപോലെ സ്വാമി എനിക്കിങ്ങനെ എൻ്റെ വഴി തെറ്റുന്ന സമയത്ത് സ്വാമി എനിക്ക് വന്ന് രക്ഷിച്ചിട്ടുണ്ട്. ഇതിലിപ്പം ഒത്തിരി അനുഭവങ്ങൾ പറയാനുണ്ട്. പറഞ്ഞാൽ തീരാത്ത അനുഭവങ്ങൾ. വർഷങ്ങൾ ഒത്തിരി ആയില്ലേ, ഒത്തിരി അനുഭവങ്ങളും ഉണ്ട്. സായിരാം. വളരെ ടച്ചിങ് ആയിരുന്നു. ഇനി ഒരു സന്ദർഭത്തില് ബാക്കിയുടെ നോക്കി കേൾക്കാം. ഇനി ഇതിന്റെ വീഡിയോ പ്രസന്റേഷൻ കാണാം.
ఈనాటి పర్వదినము పవిత్రమైన ఉత్తరాయణ కాలమని. Today is a sacred day. ఇది Uttarayana. విజ్ఞానములకు ఆత్మజ్ఞానములకు రెండింటికి సమమైనటువంటి యొక్క తత్వము. It speaks of equanimity and equality between the knowledge of the self and of the wisdom. సూర్యుడు ప్రతి నెల కూడాను ఒక్కొక్క దీని యందు ఋతువునందు ప్రారంభిస్తున్నాడు. Sun shifts from one house to other as per the zodiac system. కనుకని ఈనాడు మకర రేఖ పైన ప్రారంభం చేయటంటే దీనికి మకర సంక్రాంతి అని కూడా పేరు. As it starts from the Capricorn zodiac system, this is called Makara Sankranti. ఈ మకర సంక్రాంతి మానవునికి అనేక విధమైనటువంటి భౌతికమైన లౌకికమైన ప్రాకృతమైన ఆధ్యాత్మికమైనటువంటి సంపత్తిని అందిస్తూ ఉంటుండాలి. As sun moves to the house of Capricorn, it confers the physical, moral, ethical, social happiness. కనుక మానవునికి ఈ యొక్క జీవితంలో ఏ ఏ విజయాన్ని సాధించాలని ఉన్నాడో సర్వ విజయములకును సాక్షిభూతమైనటువంటిదే ఈ సంక్రాంతి. Therefore, for victory in every field, Sankranti stands as the witness. దీనికి అనేక విధములుగా వర్ణిస్తూ వచ్చారు. This is described in myriad ways. దినకరుడు శాంతుడైతోచే దినములింట కురుచలయ్యను చలిగాలి చులుకు హెచ్చే. The day is shorter and shorter, and we find the chill weather wind blowing. పొలములం రేడి గుడ్డి వెన్నెలలోన కుప్పలన్నుచ్చు కాపులు గొంతులెత్తి పదములం పాడదొడగిరి. We find the farmers singing in glory, watching the harvest బంతి around. పువ్వుల ముఖములంత విప్పి The flowers chrysanthemum blossom in fall. మన గృహంబుల ధాన్య సంపదల నిలిపి There will be enough of grain and wealth at our residences. సరసురాలైన సంక్రాంతి పండుగ వచ్చే. The beautiful Sankranti approaches with these signs. మానవుడు కృషి కల్పినటువంటి చేత ఆ కృషి ఫలమైనటువంటి యొక్క సర్వ ధాన్యములు సర్వ సంపత్తి కూడాను ఈనాడు మన గృహముల్లో ప్రవేశిస్తుంటాయి. Because of his work in the fields, he gets the harvest and the grain. ఇలాంటి భౌతికమైనటువంటి సంపత్తికి ఈ సంక్రాంతి చాలా కళ్యాణకరమైనటువంటిది. Sankranti is most auspicious from this point of harvest. ఇంతియే కాకుండా చల్లని గాలుల చేత పవిత్రమైన వాతావరణం చేత ఏ విధమైనటువంటి పనులు కూడా లేకుండా విశ్రాంతిని అందించేటువంటిది ఈ సంక్రాంతి. Because of cold weather and sacred atmosphere around, we can have enough of rest. మానవునికి దేహ సంబంధమైన విశ్రాంతి కూడాను అత్యవసరము. Man needs physical rest. శారీర మానసిక ఆధ్యాత్మిక విశ్రాంతులు మానవునికి అత్యవసరమైనప్పుడే ఈ యొక్క విజయమైనటువంటి శాంతి మనకు ప్రారంభమవుతుంది. If we have got the rest at the physical level, mental and spiritual, then you will have the rest in the true sense. సంక్రాంతి సంక్రాంతి ఇది పవిత్రమైనటువంటి ఒక కాంతిని అందించేటువంటిది, శాంతిని అందించేటువంటిది, క్రాంతిని అందించేటువంటిది. Sankranti confers sacred light, sacred peace. మన అంతర్భూతమైన ఉన్నటువంటి యొక్క ఆనందాన్ని మనకు ఆవిర్భవింపజేస్తుంది. It's only the inner latent bliss that expresses itself. మానసిక యొక్క వాతావరణాన్ని చాలా మార్పు తెప్పిస్తుంది. There will be a change in the outer environment. సున్నితమైన పవిత్రమైన భావాన్ని మన నుండి ఆవిర్భవింపజేస్తుంది. We develop the tender, soft, noble feelings. భజన పాడుకోరు. परब्रह्म जय महाविष्णु जय महादेव जय श्री सत्य साई जय परब्रह्म जय महाविष्णु जय महादेव जय श्री सत्य साई जय राम जय कृष्ण जय दत्तात्रेय जय श्री सत्य साई जय राम जय कृष्ण जय दत्तात्रेय जय श्री सत्य साई जय सीताराम जय जय राधा कृष्ण जय जय दत्तात्रेय जय श्री सत्य साई जय सीताराम जय जय राधा कृष्ण जय जय दत्तात्रेय जय श्री सत्य साई जय परब्रह्म जय महाविष्णु जय महादेव जय श्री सत्य साई जय राम जय कृष्ण जय दत्तात्रेय जय श्री सत्य साई जय
सीताराम जय जय, राधा कृष्ण जय जय, दत्तात्रेय जय, श्री सत्य साई जय। सीताराम जय जय, राधा कृष्ण जय जय, दत्तात्रेय जय, श्री सत्य साई जय। परब्रह्म जय, महाविष्णु जय, महादेव जय, श्री सत्य साई जय। സായിരാം. മാം വളരെ ധന്യമായ ഒരു ഈവനിങ് ആണ് തന്നത്. സായിരാം. ഇനി സായി സായി ഉപമ, സായിരാം. മനസ്സൊരു കുസൃതിക്കാരനാണ്. അത് ഒരു സംശയത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് ചാടിക്കൊണ്ടിരിക്കുന്നു. അത് മാർഗതടസ്സങ്ങൾ സൃഷ്ടിക്കുന്നു. അത് സ്വയം ഒരു വല നെയ്തുകൊണ്ട് അതിനുള്ളിൽ സ്വയം ബന്ധിക്കപ്പെടുന്നു. അത് അസംതൃപ്തിയുള്ളതും 100 കാര്യങ്ങളുടെ പുറകെ പോകുന്നതും ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറി മാറി പോകുന്നതുമാണ്. അത് യജമാനൻ പറയുന്നത് അനുസരിച്ച് അവിടെയും ഇവിടെയും വാഹനം ഓട്ടിക്കുന്ന ഒരു ഡ്രൈവറെ പോലെയാണ്. അതുകൊണ്ട് മനസ്സിനെ അനുസരണയുള്ള ഒരു സേവകൻ ആകുവാൻ പരിശീലിപ്പിക്കുക. മാർഗം അറിയാമെങ്കിൽ അതിനെ പഠിപ്പിക്കുവാൻ കഴിയും. മനസ്സിന് കൂടുതൽ സ്വാദുള്ള വസ്തുക്കൾ നൽകിയാൽ അത് അതിൻ്റെ പിന്നാലെ പൊയ്ക്കൊള്ളും. നാമസ്മരണയുടെ മൂല്യം മനസ്സിലാക്കി കഴിഞ്ഞാൽ മനസ്സ് അതിൽ ഉറച്ചു നിൽക്കുന്നു. അതിനാൽ ഇപ്പോൾ തന്നെ അത് തുടങ്ങിക്കൊള്ളുക. ഇത് എൻ്റെ ആജ്ഞയാണ്. ഭഗവാൻ 1961 ഫെബ്രുവരി മാസത്തിൽ പറഞ്ഞ സംഭാഷണത്തിന്റെ ഒരു ഭാഗമാണിത്. സായിരാം. പക്ഷേ പറഞ്ഞോളൂ. സമസ്ത ലോക ലോകാ സുഖിനോ ഭവന്തു, സമസ്തലോകാ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി. ജയ് സായിരാം. ഗീതാ മാം വളരെ നന്നായിരുന്നു പ്രസന്റേഷൻ. സായിരാം. സായിരാം.